ഇത് പെണ്ണേ, നിനക്ക് 24 മണിക്കൂർ ഈ ജോലി തന്നെയാണോ? എപ്പോൾ നോക്കിയാലും ജോലി 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 ഇല്ലാത്ത ഒരു നേരം നിന്നെ കാണാറില്ലല്ലോ കൊച്ചേ. എന്ത് ചെയ്യാനെത്താ, ജോലി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അല്ല, ഇത്തേതെവിടെ പോന്നു? ഒരേ ലോൺ എടുക്കണടി മോളെ, ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ്ട് സുലുവിൻ്റെ വീട്ടിൽ അവർ വരുന്നതേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോഴും നീ ഇവിടെ ജോലി ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അതൊന്ന് ഇന്ന് എൻ്റെ ആൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൂടാതെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. വേറെ എന്തുണ്ട് ഇത്ത വിശേഷം? അവിടുത്തെ വിശേഷം കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വിശേഷം പറയണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും എനിക്കറിയാം. പിന്നെ എന്താ നിൻ്റെ അമ്മായിയമ്മ ഇപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണോ? മാറ്റമൊന്നും ഇല്ലല്ലോ അവർക്കില്ലേ? അതെവിടെ മാറാനാത്താ? അവർക്ക് എന്നെ 24 മണിക്കൂർ ഇങ്ങനെ കുറ്റം പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷം. അതിനി മാറാനൊന്നും പോകുന്നില്ല. എൻ്റെ വിധി. അല്ല കൊച്ചേ, നിനക്ക് നല്ല പഠിപ്പുമൊക്കെ ഉള്ളതല്ലേ? എനിക്കൊരു ജോലിക്ക് ശ്രമിച്ചുകൂടെ? 24 മണിക്കൂർ ഈ തള്ളയുടെ വഴക്കും കേട്ട് ഇവിടെയൊക്കെ കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ ഒരു ജോലിക്ക് ശ്രമിക്കേ. നല്ല പഠിപ്പും കാര്യങ്ങളുള്ളതാണ്. അതാകുമ്പോഴത്തേക്ക് നീ രാവിലെ ജോലി ഒതുക്കിയിട്ട് നീ അങ്ങ് പോകത്തില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വരത്തുള്ളല്ലോ. ഇച്ചിരി എനിക്കൊരു സമാധാനം കിട്ടും. ഈ 24 മണിക്കൂർ അവിടെ അവരുടെ വായിരിക്കുന്നൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അതങ്ങാണെ നോക്ക്, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ ഒറ്റയ്ക്കല്ലേ ഇവിടെ. പിന്നെ സംസാരിക്കാൻ പറഞ്ഞാൽ വഴക്കിനൊന്നും വരുത്തൊന്നുമില്ല. നീ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരമാകും. പിന്നെ അവരൊക്കെ എന്ത് പറയാനാ? പിന്നെ രാത്രി, പിന്നെ നേരം വെളുത്ത് നീ ജോലിക്ക് പോകും. അതല്ലാണോ നോക്കുക വെച്ചേ. 24 മണിക്കൂർ ഈ വീട്ടിനകത്ത് ജോലി എത്ര ചെയ്താലും തീരാത്ത ജോലി. അയ്യോ, അതുകൊണ്ട് അതങ്ങാണെ നോക്ക്. ഇപ്പം തന്നെ ഒരു ജോലിക്ക് വിടും. ഞാനിത് പറയേണ്ട താമസം. അവർ തറക്കെല്ലാം കിട്ടേക്കും. അവരൊന്നും എടുത്തൊന്നുമില്ല. ജോലിക്ക് ശ്രമിക്കുമെന്ന് പറയുമ്പം തന്നെ ഇവിടെ പ്രശ്നം തന്നെയാണ്. അതിന് നീ പറയേണ്ട കൊച്ചെ, നീ ജോലിക്ക് ശ്രമിക്കുന്ന കാര്യം. ഇത് ഇത്ര മന്ദബുദ്ധി. ഒരു പെണ്ണെ, നീ ആദ്യം ജോലിക്ക് നീ ശ്രമിക്കേ. അത് കിട്ടട്ടെ. കിട്ടിക്കഴിയുമ്പോൾ നീ അത് ജോലി ശരിയായെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അറിയിച്ചാൽ മതി എല്ലാവരും. നിൻ്റെ ഭർത്താവിനെ പോലും നീ അറിയിക്കേണ്ട. അവൻ്റെ മനസ്സിൽ ഇത് കാര്യങ്ങളൊന്നും ഇരിക്കുന്നത് അവന് മടത്താങ്ങ് പറയും. അതുകൊണ്ട് നീ ആദ്യം ജോലിക്ക് ശ്രമിക്കേ. നല്ലൊരു ജോലിക്ക് നീ ശ്രമിച്ചിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ ഒന്നും പറയത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് അങ്ങ് പോവാം കേട്ടാ. നല്ല കാര്യങ്ങൾ ചെയ്യും വച്ചേ. അന്ന് ഇത്താ അങ്ങോട്ട് പോട്ടെന്നാ അവർ വന്ന് കാണും കേട്ടാ. പറഞ്ഞത് മറക്കല്ലേ. ശരി, ഒന്ന് ശ്രമിച്ച് നോക്കായിരുന്നു. എനിക്ക് ജോലി ശരിയായിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പോകണം. ബാങ്കിലാണ്. നല്ല കാര്യം. ഇനി എനിക്കും കൂടെ കുറച്ച് ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഓരോ ഷെയറുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും നീ തീരുമാനം എടുത്ത് നന്നായി. എന്തുവാ ഇവിടെ? ആർക്കാ ജോലി? മഞ്ഞുവാ, നല്ല സന്തോഷമുള്ള കാര്യം പറയും. നീ തന്നെ അങ്ങ് പറയടി ആ സന്തോഷമുള്ള കാര്യം. എനിക്കാണുമ്മ ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ചെല്ലണം. ആ കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ഇവിടെ ജോലിക്ക് പോയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് പഴയതുപോലൊന്നും വീട്ടു ജോലി ചെയ്യാനുള്ള ആരോഗ്യം ആവുന്നൊന്നുമില്ല. ഇവിടെ രാവിലെ ബാഗും തൂക്കിയിട്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടാണോ? അത് പറ്റത്തില്ല. അത് ശരിയാണല്ലോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. അതെന്ത് ചെയ്യും? അതിനെന്താമ്മ, ഞാനിവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടല്ലേ ഞാൻ പോവും. രാവിലെ തന്നെ എല്ലാ ജോലികളും ഞാൻ തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. ഞാൻ വൈകിട്ട് വന്ന് ഞാൻ ചെയ്തോളാം. എന്തായാലും എനിക്ക് ജോലിക്ക് പോകണമ്മ. വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലിക്ക് പോലും പോകാതിരുന്ന എനിക്കൊരു വിഷമം തന്നെ. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച ജോലിയും തന്നെ കിട്ടി. അതുകൊണ്ടാണ്. അതാ ശരിയല്ല അവള് പറഞ്ഞത്. അവളെല്ലാം ചെയ്തിട്ട് പോയിക്കോളുമ്മ. അവള് പോയിച്ചു വരട്ടെ. എന്ത് പറഞ്ഞാലും ശരി, പറ്റത്തില്ല. അങ്ങനെ നീ രാവിലെ ഇറങ്ങിപ്പോൾ ഇവളും രാവിലെ ഇറങ്ങിപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. ഞാനൊരു വയസ്സായ ഒരു സ്ത്രീയാണ്. എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ എന്തെങ്കിലും വന്നാൽ എന്നെ ആര് നോക്കും? ഈ വയസ്സായ കാലത്ത് എന്നെ ഒറ്റയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ നീ പെണ്ണ് കെട്ടിയത്? ഇതിലെ നീ പെണ്ണ് കെട്ടണ്ടായിരുന്നല്ലോ. എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവളെ കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ പെണ്ണിൻ്റെ അല്ല നീ കെട്ടിയത്. നീ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ നീ കെട്ടിക്കൊണ്ട് വരികയും ചെയ്ത്. എന്നിട്ട് അവളും ജോലിക്ക് പോന്നു, നീയും ജോലിക്ക് പോന്നു. ഈ വീടും ഞാനും പെട്ടപാട്. അതിൽ നല്ലത് എന്നെ ഉള്ളിൽ കൊണ്ടാക്കും. വൃദ്ധസ്ഥാനത്തിലുണ്ടല്ലോ,
മക്കൾക്ക് വേണ്ടാത്ത ഓരോ സ്ഥലങ്ങൾ കൊണ്ട് വിടുന്നുണ്ടല്ലോ, എന്നെ അതുപോലത്തെ സ്ഥലത്തേക്ക് കൊണ്ടിട്. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അല്ലാതെ അവൾ ജോലിക്ക് പോയി ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന് നീ ചിന്തിക്കുകയും വേണ്ട. അങ്ങനെ പോയാൽ തിരിച്ച് നിങ്ങളിവിടെ വരുമ്പോൾ ഞാനും ഇവിടെ കാണത്തില്ല. ആ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഭാര്യയും ഭർത്താവും അങ്ങ് ജോലിക്ക് പോകുന്നു, ഞാനിവിടെ ഒറ്റയ്ക്ക്. ആ ആടി, തൽക്കാലം ഉമ്മ പറയുന്ന പോലെ അനുസരിക്ക്. നീ ഇപ്പോൾ ജോലിക്ക് പോകണ്ട. അങ്ങനെ ഉമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാനും നീ ഇവിടെ ഇറങ്ങിപ്പോയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉമ്മ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് പിന്നീട് ആലോചിക്കാം. നീ ഇപ്പോൾ തൽക്കാലം പോകണ്ടെന്ന് വയ്ക്ക്. എല്ലാം ഉമ്മാണ് ഇഷ്ടം പോലെ നടക്കട്ടെ. ഉമ്മയെ വിഷമിച്ചുകൊണ്ട് നീ ഇപ്പോൾ ജോലിക്ക് പോകണ്ട. നമുക്ക് ഇനി ട്രൈ ചെയ്യാന്നേ. ഇപ്പം തൽക്കാലം നീ പോകണ്ട. ഇനി ഉമ്മയെ പിണക്കിയിട്ടിട്ട് നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. നാട്ടുകാരെന്ത് പറയും? ഇത് വേണ്ടാന്ന് വെച്ചാൽ